ഹായ് ഗൈസ്, വെൽക്കം ടു ഷങ്സ് ഇൻഫോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നിസാൻ മാഗ്നൈറ്റിൻ്റെ മൈലേജ് വീഡിയോ ആണ്. അപ്പം നമ്മൾ നേരത്തെ മൈലേജ് വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഏകദേശം ഒരു 1000 കിലോമീറ്റേഴ്സ് അങ്ങനെ അടുപ്പിച്ചേ ആയിട്ടുള്ളൂ. ബിലോ 1500 അങ്ങനെ അടുപ്പിച്ചേ ആയിട്ടുള്ളൂ. ഇപ്പോൾ നമുക്ക് ഏകദേശം ഫസ്റ്റ് സർവീസൊക്കെ കഴിഞ്ഞിട്ട് 3000 കിലോമീറ്റേഴ്സ് ആയിട്ടുണ്ട്. 3039 ആണ് കിലോമീറ്റേഴ്സ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള മൈലേജ് ഒന്നും കൂടി ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ എങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് സിറ്റിയുടെ അകത്ത് ഏറ്റവും ലോവസ്റ്റ് നല്ല ട്രാഫിക്കൊക്കെ ആയിട്ട് നമ്മൾ വെഹിക്കിൾ ഓടിച്ചിട്ട് നമുക്ക് ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് എന്ത് മൈലേജ് കിട്ടുന്നു എന്നും നോക്കാം. അതേപോലെ തന്നെ നമുക്ക് പാരലലി ഹൈവേയിൽ ഒരു ബ്ലോക്കും ഇല്ലാതെ നല്ല സൂപ്പർ റോഡിൽ ഓടിച്ചിട്ട് നമുക്ക് എത്ര മാക്സിമം മൈലേജ് കിട്ടുന്നു എന്നും കൂടി നമുക്ക് ചെക്ക് ചെയ്യാം ഈ വീഡിയോ ഒന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ ടാങ്ക് ഫുള്ളാക്കിയിട്ടുണ്ട്. നമുക്ക് ഈ മീറ്ററും കൂടി നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ട്രിപ്പ് എ നമുക്ക് 0 ആക്കാം. 3041 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ട്രിപ്പ് എ 0 ആക്കി ട്രിപ്പ് ബിയും നമുക്ക് റീസെറ്റ് ചെയ്യാം. ഓക്കെ, 3041 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഡ്രൈവ് ചെയ്തിട്ട് നമുക്ക് മൈലേജ് ചെക്ക് ചെയ്യാം. ചേച്ചി കട്ട് ഓഫ് നിർത്തിക്കോട്ടാ. ആ ഓക്കെ, അപ്പം നമ്മൾ ഫുൾ ഫില്ലപ്പ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും 75.5 കിലോമീറ്ററാണ് ട്രിപ്പ് എയിൽ അയക്കുന്നത്. അപ്പോൾ നമ്മൾ ഡീസൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 848 റുപ്പീസിനാണ് അടിച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ എമൗണ്ട് വരുമ്പോഴത്തേക്കും ലിറ്റേഴ്സ് വരുമ്പോഴത്തേക്കും 8.05 ലിറ്റേഴ്സാണ് ടാങ്ക് കട്ട് ഓഫ് അയക്കുന്നത്. അപ്പോൾ സെയിം ടെർമിനലിൽ നിന്നാണ് അടിച്ചേക്കുന്നത്, സെയിം പമ്പിൽ നിന്ന് അടിച്ചേക്കുന്നത്. അപ്പം നമുക്ക് ഇനി സിറ്റിയുടെ മൈലേജ് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിപ്പോൾ 75.5 ഡിവൈഡഡ് ബൈ 8.05 ലിറ്റേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഏകദേശം 9.37 അതായത് 9.4 കിലോമീറ്റർ ആണ് പെർ ലിറ്റർ കിട്ടിയേക്കുന്നത് നമുക്ക് മൈലേജ് വരുന്നത്. ഇതിപ്പോൾ ഇതിനകത്ത് സിറ്റി ഡ്രൈവ് മാത്രമാണെന്ന് ആലോചിക്കണം. സിറ്റി ഡ്രൈവും അത്യാവശ്യം നല്ല ഈവനിങ് ബ്ലോക്കും മോർണിംഗ് നമ്മൾ ഓഫീസിലേക്ക് പോകുന്ന ബ്ലോക്കും എല്ലാം ഇതിനകത്ത് കവേർഡാണ്. അതേപോലെ സ്റ്റോപ്പ് ആൻഡ് ഗോ സിറ്റുവേഷൻസ് ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. കുറേ നേരം ബ്ലോക്കായിട്ട് സ്റ്റോപ്പ് അയക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനത്തെ ഒക്കെ സിറ്റുവേഷൻ ഉണ്ടായതിന് ശേഷമാണ് നമുക്ക് ഈ മൈലേജ് കിട്ടിയേക്കുന്നത്. ഓക്കെ, നമ്മൾ ഹൈവേയിലേക്ക് പോയിട്ടില്ല, നമ്മൾ ഓപ്പൺ റോഡിലേക്ക് പോയിട്ടില്ല. ഇത് കംപ്ലീറ്റ് സിറ്റി ഡ്രൈവ് ആയിരുന്നു. അതേപോലെ ഫുൾ ടൈം AC ആയിരുന്നു. ചിലപ്പോൾ നമ്മൾ കുറച്ച് നേരം ഹോൾട്ടും ചെയ്തിട്ടുണ്ട് AC വെച്ചിട്ട്. പിന്നെ 4 days ഡ്രൈവിംഗ് ആണ്. അപ്പോൾ രാവിലെ നമ്മൾ ഓഫീസിലേക്ക് പോയി തിരിച്ചു വന്നു, വീട്ടിൽ വെഹിക്കിൾ ഇട്ടു, നെക്സ്റ്റ് ഡേ ഡ്രൈവ് ചെയ്തു. ഇതൊക്കെ സിറ്റിയുടെ അകത്താണ്. സിറ്റി ലിമിറ്റ്സ് ആണ് കംപ്ലീറ്റ് ഈ 4 days ഓടിച്ചേക്കുന്നത്. അതേപോലെ അത്യാവശ്യം നല്ല രീതിയിൽ ട്രാഫിക്കിൻ്റെ
രീതിയിലും പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിറ്റിയുടെ അകത്ത് മൈലേജ് എന്ന് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 9.5 കിലോമീറ്റർ പെർ ലിറ്ററാണ് കിട്ടുന്നത്. ഓക്കെ, ടോപ്പ് സാധാ പെട്രോളാണ്. അപ്പോൾ നമ്മൾ ഫുൾ ടാങ്ക് അടിച്ച് കഴിഞ്ഞു. നേരത്തെ പോലെ തന്നെ കട്ട് ഓഫിലാണ് അടിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് കിലോമീറ്റേഴ്സ് നോക്കുവാണെങ്കിൽ 3548 ആണ്. നമുക്ക് ഇതിനകത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ ട്രിപ്പ് എയും ട്രിപ്പ് ബിയും നമുക്ക് റീസെറ്റ് ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നമ്മുടെ ഹൈവേ മൈലേജ് ആണ് ഇതിനകത്ത് ടെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഹൈവേ മൈലേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു അധികം റഷൊന്നും ഇല്ലാത്ത ടൈമിങ്ങിൽ ഒരു 70 to 80 കോൺസ്റ്റൻറ്റ് സ്പീഡിലാണ് നമുക്ക് മാക്സിമം മൈലേജ് കിട്ടാൻ വേണ്ടിയാണ് പോകുന്നത്. ഓക്കെ, നമ്മൾ റീസെറ്റ് ചെയ്തപ്പോഴത്തേക്ക് എല്ലാം റീസെറ്റായി, നമ്മൾ ആവറേജ് മൊത്തം റീസെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാം. നോക്കാം. ഇപ്പോൾ ട്രിപ്പ് എ ട്രിപ്പ് ബി നോക്കുമ്പോൾ 37.1 കിലോമീറ്റേഴ്സ് ആണ് നമുക്ക് കാണിക്കുന്നത്. ആവറേജ് 21.1 കിലോമീറ്റർ പെർ ലിറ്റർ ആണ് ഇപ്പോൾ കാണിക്കുന്നത്. ഫ്യൂവൽ യൂസ്ഡ് 1.8 ലിറ്റേഴ്സാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി കട്ട് ഓഫ് വെച്ചിട്ട് നമുക്ക് ഫുൾ ടാങ്ക് അടിച്ച് നോക്കാം. ചേച്ചി കട്ട് ഓഫ് ആണ്, ഫുൾ ടാങ്ക് കട്ട് ഓഫിൽ സ്റ്റോപ്പ് ചെയ്തേക്കണേ. ഓക്കെ, മതി 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 മതി, കട്ട് ഓഫ് ആയിട്ടുണ്ടല്ലോ, നിർത്തിക്കോ. അപ്പം നമുക്ക് ട്രിപ്പ് എയിൽ കാണിക്കുന്നത് 37.2 കിലോമീറ്റേഴ്സാണ്. നമുക്ക് 1.16 ലിറ്റേഴ്സാണ് നമുക്ക് കട്ട് ഓഫ് ടു കട്ട് ഓഫ് ഫുൾ ടാങ്ക് അടിച്ചപ്പോൾ അയക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 37.2 എന്നുള്ളൊരു ഫിഗർ നമ്മളൊരു കാൽക്കുലേറ്റർ എടുത്തിട്ട് 37.2 ഡിവൈഡഡ് ബൈ 1.16, അതാണ് നമ്മൾ ഫ്യൂവൽ അടിച്ചേക്കുന്നത്, 1.16. ഓക്കെ, ഇപ്പോൾ അടിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും 32.06 എന്ന് പറയുന്ന ഫിഗറാണ് നമുക്ക് മൈലേജ് ആയിട്ട് കിട്ടിയേക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഫുൾ ടൈം AC ഇട്ടിട്ടും 4 പേരും ആണ് നമ്മൾ ഈ ഹൈവേ കൂടി പോയിക്കുന്നത്. അപ്പോൾ ഈ ഹൈവേയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മോർണിംഗ് ആൻഡ് സൺഡേ ടൈം ആയതുകൊണ്ട് നമുക്ക് ട്രാഫിക്കോ അങ്ങനെ വെഹിക്കിൾസോ വളരെ വളരെ കുറവായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 70 to 80 കിലോമീറ്റർ പെർ അവർ ഫിക്സഡ് ആയിട്ട് 5th ഗിയറിൽ ഒരു 2000 RPM മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മൾ വെഹിക്കിൾ ഓടിച്ചേക്കുന്നത്. ഇങ്ങനെ വെഹിക്കിൾ ഓടിച്ചിട്ട് നമ്മൾ ഇത്രയും 37.2 കിലോമീറ്റേഴ്സ് തന്നെ സെയിം ഹൈവേ കൂടി ടു ആൻഡ് ഫ്രോ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പമ്പിൽ സെയിം പമ്പ് സെയിം ടെർമിനൽ വന്നിട്ട് നമ്മൾ കട്ട് ഓഫ് വെച്ചിട്ട് അടിച്ചേക്കുവാണ്. അപ്പോൾ നമുക്ക് 32.06 കിട്ടുന്നുണ്ട്. അത് വളരെ നല്ലൊരു മൈലേജാണ്. അപ്പോൾ റിയലായിട്ട് നമ്മൾ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 20, 24, 25 എന്തായാലും കിട്ടണം ഹൈവേയിൽ. ഓക്കെ, നമ്മൾ ഹൈവേ മാത്രം നോക്കുകയാണെങ്കിൽ. ഇനി നമുക്ക് നമ്മുടെ ഈ വീഡിയോൻ്റെ നമ്മുടെ സിറ്റി മൈലേജും നമ്മുടെ ഹൈവേ മൈലേജും എടുത്ത് നമ്മൾ ഡിവൈഡഡ് ബൈ 2 ചെയ്യുവാണെങ്കിൽ ആഡ് ചെയ്തിട്ട്, അതായത് 32.06 പ്ലസ് 9.3 ഡിവൈഡഡ് ബൈ 2 ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന മൈലേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 20.715 ആണ്. 20.715 ആണ് നമുക്ക് ഈ വീഡിയോൻ്റെ മൈലേജ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോ ഉണ്ട്, 1000 കിലോമീറ്റേഴ്സിന് അടുപ്പിച്ചുള്ള വീഡിയോ ഉണ്ട്, നമുക്ക് കിട്ടിയിരുന്ന മൈലേജ് 18 ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സർവീസും കഴിഞ്ഞിട്ട് കുറച്ച് വെഹിക്കിൾ ഓടിയതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു 20.7 നമുക്ക് ആവറേജ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, മിക്സഡ് ഡ്രൈവ് ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുക, ഞാൻ എത്രയും പെട്ടെന്ന് റിപ്ലൈ ചെയ്യാം. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോന് ലൈക്കും അടിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.